Hi everyone, I am Dr. Christin. Health and Motivation എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് ഒരു ഏജ് കഴിയുമ്പോൾ, മോസ്റ്റ്ലി ഒരു 40 years കഴിയുമ്പോൾ, നമ്മൾ ഒരുവിധം എല്ലാവർക്കും ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുമ്പോൾ എല്ലാവർക്കും ഒന്നുകിൽ പ്രഷർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഷുഗർ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് വിഷമിക്കുന്നവരായിരിക്കും. പക്ഷേ നമ്മുടെ പഴയ ഒരു ജനറേഷൻ എടുക്കുമ്പോൾ, പഴയ ഒരു കാലം എടുക്കുമ്പോൾ ഇത്രയും പ്രശ്നം ആൾക്കാർക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു ജനറേഷനിലാണ് ഇത്രയും നമ്മൾ കാണുന്നത്. മേ ബി അത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ്. ഇങ്ങനത്തെ അസുഖങ്ങളുമായിട്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ വിഷമിക്കുന്ന എല്ലാവർക്കും ഒരു കുഞ്ഞ് അഡ്വൈസായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരുടെയും ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പയറ് വർഗ്ഗങ്ങൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. മേ ബി മിക്കവർ വീട്ടിലും എനിക്ക് തോന്നുന്നു പയർ തോരനായിട്ടായിരിക്കും യൂസ് ചെയ്യുക. പയർ തോരൻ അല്ലെങ്കിൽ ചെറുപയർ കറി, ഇങ്ങനെ പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പൊതുവെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പയറ് വർഗ്ഗങ്ങൾ ചെറുപയർ, വൻപയർ, പിന്നെ പല നിറത്തിലുള്ള പയറ് വർഗ്ഗങ്ങളുണ്ട്. അത് വൈറ്റ് കളറുണ്ട്, ബ്രൗൺ കളറുണ്ട്. ഇതൊക്കെ നമുക്ക് നല്ലതാണ്. പക്ഷേ ഇതിനേക്കാളും ഒരു ഡബിൾ എഫക്റ്റ് തരുന്നതാണ് നമ്മൾ മുളപ്പിച്ച പയർ. ചിലരുടെയൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടാവും മുളപ്പിച്ച പയർ. അത് പക്ഷേ നമ്മൾ സാധാ പയറ് വർഗ്ഗത്തെക്കാളും ഒരു ഡബിൾ എഫക്റ്റാണ് നമുക്ക് തരുന്നത്. നമുക്ക് എന്തൊക്കെയാണ് മുളപ്പിച്ച പയറിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ഈ മുളപ്പിച്ച പയറിൽ വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ അങ്ങനെ 6 വൈറ്റമിൻസ്. അതിൻ്റെ കൂടെ തന്നെ അയൺ ഉണ്ട്, കാൽസ്യം, മെഗ്നീഷ്യം, മാംഗനീസ്, 𝒻𝒂3 ഫാറ്റി ആസിഡ്സ്, ഫോളിക് ആസിഡ്സ്, ഇങ്ങനെ പലതരം വൈറ്റമിൻസും മിനറൽസും കാരണം അങ്ങനെ പല പോഷക ഗുണങ്ങളുള്ളൊരു ആഹാരം തന്നെയാണ് മുളപ്പിച്ച പയർ. ഈ വൈറ്റമിൻ എ നമുക്കെല്ലാവർക്കും അറിയാം, കണ്ണിന് വളരെ നല്ലതാണ്. നമ്മൾ പല ബുക്കിലൊക്കെ പലരും വായിച്ചിട്ടുണ്ട്, വളരെ നല്ലതാണ് കണ്ണിന്. വൈറ്റമിൻ എ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടുന്നതിനും അതേപോലെ തന്നെ കണ്ണിന് ഊർജ്ജം നൽകുന്നതിനും നമുക്ക് ഈ മുളപ്പിച്ച പയർ യൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഇ ആൻഡ് കെ, ഇതൊക്കെ നമുക്ക് ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് കൂട്ടുന്നതാണ്. ഈ മിക്ക ആൾക്കാർക്കും അനീമിയായിട്ട് പല പേഷ്യൻസും നമ്മൾ ഒപ്പിയിലിരിക്കുമ്പോൾ നമ്മളടുത്ത് വരുന്നുണ്ട്. അവർക്കൊക്കെ വെറുതെ നമ്മൾ അയൺ ടാബ്ലറ്റ് എഴുതി കൊടുക്കും. പക്ഷേ ഒരു അയൺ ടാബ്ലറ്റ് കഴിച്ച് വെറുതെ അവരുടെ ബോഡി അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമുക്കൊരു നോസിയ ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഈ ഒരു മുളപ്പിച്ച പയർ എല്ലാ ദിവസവും രാവിലെ ഒരു കുഞ്ഞു ബൗളിൽ നമ്മൾ കഴിച്ചാൽ മതി. അത് നമുക്ക് അത് ശീലമാക്കിയാൽ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റും കൂട്ടാൻ പറ്റും. അതിനോടൊപ്പം തന്നെ വെറുതെ മെഡിസിൻസ് കഴിക്കുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വൈറ്റമിൻ സി കണ്ടൻറ്റ് ഭയങ്കര കൂടുതലാണ് നമ്മുടെ ഈ മുളപ്പിച്ച പയറിനകത്ത്. വൈറ്റമിൻ സി എല്ലാം മിക്കവർക്കും അറിയാമായിരിക്കും, ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്, രോഗപ്രതിരോധ ശേഷി കൂട്ടും. അതുകൊണ്ട് നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് തന്നെ അത് കൊടുക്കാം. കാരണം കുഞ്ഞിലേ തന്നെ പിള്ളേർക്ക് രോഗപ്രതിരോധ ശേഷി പിള്ളേർക്ക് ഇല്ലാത്തത് കാരണമാണ് പല വിധത്തിലുള്ള, ഇപ്പോൾ ഒരു വീട്ടിലൊരു പനി വന്നാൽ കൊച്ചിന് എന്തായാലും പനി വന്നിട്ടുണ്ടാകും. അത് ആ കൊച്ചിന് രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്കൊരു മുളപ്പിച്ച പയർ പിള്ളേർക്കായാലും നമ്മൾ കുറച്ച് കൊടുക്കുന്നത് അവരുടെ പ്രതിരോധ ശേഷി, അതേപോലെ തന്നെ വയസ്സായവർക്കും ഒരു ഏജ് കഴിയുമ്പോൾ പ്രതിരോധ ശേഷിയൊക്കെ നമുക്ക് നന്നായിട്ട് കുറയും. അപ്പോൾ അവർക്കും നമുക്കിത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് മുളപ്പിച്ച പയർ. അതിനോടൊപ്പം തന്നെ കാൽസ്യം കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ തന്നെ ആർത്തവം കഴിയുന്ന ടൈമിൽ നമ്മുടെ ബോഡിയിൽ ഈസ്ട്രജൻ്റെ അളവ് നന്നായിട്ട് കുറയും. അതുകൊണ്ട് തന്നെ തേയ്മാനം പ്രായമായവർക്ക് ആണുങ്ങൾക്കും അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. പക്ഷേ നമ്മളൊരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് അതിൻ്റെ അളവ് ഇച്ചിരി കൂടുതലാണ്. അതിൻ്റെ കാരണം ആർത്തവം കഴിയുന്നവർക്ക് ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നു. ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നത് കാരണമാണ് തേയ്മാനത്തിൻ്റെ അളവ് നന്നായിട്ട് കൂടി പെണ്ണുങ്ങൾക്ക്, എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും തേയ്മാനത്തിൻ്റെ പ്രശ്നം. അത് ഈ എല്ല് പൊടിഞ്ഞു പോകുന്നൊരു രോഗം പോലത്തെ ഒരു ഓസ്റ്റിയോപോറോസിസ് എന്ന് നമ്മൾ മെഡിക്കൽ ടേമിൽ പറയും. ഈ കാൽസ്യം കണ്ടൻറ്റ് മുളപ്പിച്ച പയറിൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു 45 വയസ്സ് കഴിയുമ്പോഴും തന്നെ എല്ലാ ദിവസവും അതൊരു ശീലമാക്കിയാൽ തേയ്മാനം അങ്ങനത്തെ ഒരു അസുഖങ്ങളിൽ നിന്ന് എല്ല് സംബന്ധമായ പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് രോഗവിമുക്തി നേടാൻ പറ്റും. അതിനോടൊപ്പം തന്നെ 𝒻𝒂3 ഫാറ്റി ആസിഡ്സിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ പേഷ്യൻസിന് നമുക്കിത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നാരടങ്ങിയ ആഹാരമാണ്, അല്ലെങ്കിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു ആഹാരം തന്നെയാണ് നമ്മുടെ ഈ മുളപ്പിച്ച പയർ. അതിനാൽ വയറ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് മലബന്ധം നമുക്ക് കോമൺലി കാണാം. അതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. ഒരു ഏജ് കഴിഞ്ഞാൽ ഉണ്ടാകും. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ 20 വയസ്സിന് മുകളിലുള്ളവർ ഭയങ്കര നന്നായിട്ട് ജങ്ക് ഫുഡ്സ് ഇപ്പം കോമൺലി യുവാക്കൾ
യുവതികളും കഴിക്കുന്നുണ്ട്, അവർ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം മലബന്ധമൊക്കെ ഭയങ്കരമായിട്ട് കോമൺ ആയിട്ട് കാണുന്നൊരു പ്രശ്നം തന്നെയാണ്. അവർക്കും ഈ ഒരു മുളപ്പിച്ച പയർ കഴിക്കുന്നത് വരെ നാരടങ്ങിയ ആഹാരമായതുകൊണ്ട് മലബന്ധത്തിൽ നിന്നും അതിൻ്റെ കൂടെ തന്നെ അസിഡിറ്റി, ഇപ്പോഴത്തെ IT പ്രൊഫഷൻസിലുള്ള ആൾക്കാർക്കൊക്കെ സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് ഒരു കുറേ നാൾ അങ്ങനെ സമയത്തിന് ആഹാരം കഴിക്കാണ്ടിരിക്കുമ്പോൾ അസിഡിറ്റി പ്രോബ്ലംസ് വരുന്നു. അവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന തന്നെ ഒരു ആഹാരം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പ്രഗ്നൻറ്റ് ലേഡീസ് അല്ലെങ്കിൽ ഗർഭിണികൾ നമ്മൾ ഫസ്റ്റ് UPT പോസിറ്റീവ് ആകുന്നതിൻ്റെ അന്ന് മുതൽ അല്ലെങ്കിൽ തന്നെ ഡോക്ടറെ വന്ന് കാണുന്നതിൻ്റെ അന്ന് മുതൽ ഫോളിക് ആസിഡ് നമ്മൾ ടാബ്ലറ്റ് കഴിക്കാൻ പറയും പേഷ്യൻസിൻ്റെ അടുത്ത്. അതെന്തിനാന്ന് വെച്ചാൽ ബേബീസിന് അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഉണ്ടാകാതിരിക്കാനാണ്. നമ്മുടെ ഈ മുളപ്പിച്ച പയറിൽ ഫോളിക് ആസിഡ് കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. ഇത് കഴിക്കുന്നത് വരെ കുഞ്ഞിനും അതേപോലെ തന്നെ അമ്മയ്ക്കും വളരെയധികം പ്രയോജനമാണ്. ഫോളിക് ആസിഡ് എന്ന് മാത്രമല്ല, കുഞ്ഞിൻ്റെ അമ്മയുടെ വയറ്റിനകത്ത് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അമ്മ കഴിക്കുന്ന എന്താണോ അതാണ് കുഞ്ഞിന് ലഭിക്കുന്നത്. അപ്പം വളരെയധികം വൈറ്റമിൻസും കാൽസ്യം ഫോളിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിനും അമ്മയ്ക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നൊരു പോഷക ഗുണമുള്ള ഒരു ആഹാരമാണ് മുളപ്പിച്ച പയർ. നമ്മൾ മസിൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നവർ ചിലപ്പോൾ നോർമലി കഴിക്കുന്നതിനേക്കാളും കുറച്ച് കണ്ടൻറ്റ് കൂടുതൽ കഴിക്കേണ്ടി വരും, കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കഴിക്കേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും മുളപ്പിച്ച പയർ കഴിക്കുന്നതാണ് നമ്മൾ സ്റ്റിറോയിഡ്സും മറ്റ് ടാബ്ലറ്റ്സും ഒക്കെ കഴിച്ച് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടി മസിൽ സ്ട്രെങ്ത് വരുത്തുന്നതിനേക്കാളും മുളപ്പിച്ച പയർ വഴി കഴിക്കുന്നതായിരിക്കും വളരെ നല്ലത്. വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പ്രോട്ടീൻ്റെ അളവ് ഇച്ചിരി കുറവായിരിക്കും അവരുടെ ബോഡിയിൽ. കാരണം അവർ മീറ്റ്, ഫിഷ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല. എഗ്ഗിലൊക്കെ ഭയങ്കര പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ളതാണ്. പക്ഷെ അതൊന്നും കഴിക്കാത്തത് കൊണ്ട് അവരുടെ ബോഡിയിൽ പ്രോട്ടീൻ്റെ അളവ് ഇച്ചിരി കുറഞ്ഞു വരാം. പക്ഷേ ഈ ഒരു മുളപ്പിച്ച പയർ കഴിക്കുന്നത് വഴി ആ ഒരു പ്രോട്ടീൻ കണ്ടൻറ്റും അവർക്ക് ലഭിക്കുകയാണ്. നല്ലൊരു പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ളൊരു ഫുഡാണ് മുളപ്പിച്ച പയറെന്ന് പറയുന്നത്. വെജിറ്റേറിയൻസ് എന്തായാലും എല്ലാ ദിവസവും മുളപ്പിച്ച പയർ അവരുടെ ഫുഡിൻ്റെ കൂടെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്തായാലും അവർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ മുളപ്പിച്ച പയർ എല്ലാ ദിവസവും ഒരു 2 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടായ്മ തോന്നാം. നമ്മൾ എന്ത് ആഹാരമായാലും നമ്മൾ കണ്ടിന്യൂസ് കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. ഞങ്ങളുടെ വീട്ടിൽ പല രീതിയിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒന്നുകിൽ നമ്മൾ തേങ്ങയുടെ ഇതാക്കി കൊടുക്കും, അല്ലെങ്കിൽ തോരൻ വെച്ച് കൊടുക്കും. മോസ്റ്റ് കോമൺലി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വീക്ക്ലി ഒരു 4 ഡേയ്സ് ഈ മുളപ്പിച്ച പയർ വെച്ചൊരു ദോശയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും അത് നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. അപ്പോൾ നാളെ മുതൽ നിങ്ങളെല്ലാവരും മുളപ്പിച്ച പയർ രാവിലെ ഒരു കുഞ്ഞു ബൗളിൽ എങ്ങനെയും ഒക്കെ കഴിക്കാൻ ശീലമാക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.